പണ്ട് കുട്ടിക്കാലത്ത് മൂകാംബിക അമ്പലത്തിൽ എപ്പോൾ പോയാലും കൂട്ടത്തിൽ പോകുന്ന ഒരു അമ്പലമായിരുന്നു ഉടുപ്പി കൃഷ്ണന്റെ അമ്പലം. ഇപ്പോൾ ഞങ്ങൾ ഉടുപ്പിയിൽ താമസിക്കുന്നതുകൊണ്ട് എപ്പോൾ വേണേലും പോയി തൊഴാൻ പറ്റും. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ മനസ്സിന് ഭയങ്കര മടുപ്പായിരിക്കും. ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളിൽ കൂടെയാണ് ഞാൻ ഈയിടെയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. മനസ്സിന് മാത്രമല്ല, ഒരസുഖം വന്ന് മാറുമ്പോഴേക്കും അടുത്ത അസുഖം വരും. അങ്ങനെ മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. 2 ദിവസം വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം എങ്ങോട്ടെങ്കിലും പോവാം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അധികം ദൂരോട്ടൊന്നും പോകണമെന്നില്ല, വെറുതെ ഒന്ന് നടക്കാനെങ്കിലും ഇറങ്ങണം. ഇപ്രാവശ്യം ഏതായാലും അമ്പലത്തിൽ പോകാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ കറക്റ്റ് അവിടെ പ്രസാദകൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊന്നും നോക്കിയില്ല, കയറി പ്രസാദകൂട്ട് കഴിച്ചു. ഉടുപ്പിയിലും മൂകാംബികയിലും ഒക്കെ പോയിട്ടുള്ളവർക്കറിയായിരിക്കും, ഇവിടുത്തെ ഒരു പ്രധാന പ്രസാദമാണ് ലഡ്ഡു. എല്ലാം കഴിഞ്ഞ് അത് വാങ്ങാൻ ചെന്നപ്പോഴേക്കും നമ്മളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആണെങ്കിൽ QR കോഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വിഷമമായി. പക്ഷെ എപ്പോൾ വേണമെങ്കിലും പോയി വാങ്ങാലോ എന്നോർത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴേക്കും ആ കൗണ്ടറിലിരുന്ന ചേട്ടൻ ഒരു ലഡ്ഡു കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മണി ഈസ് നോട്ട് എവറിത്തിങ്. ഒരു 2 നിമിഷത്തേക്ക് ഞാൻ അങ്ങനെ നിന്നുപോയി. എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ എനിക്ക് ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് ആയിട്ടൊക്കെ തോന്നാറുണ്ട്.